ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമ്മളപ്പോൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രാവലിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കേശൂട്ടിൻ്റെ ഇൻട്രോയിൽ തുടങ്ങിയാലോ. കേശൂട്ടിന് ഇവിടെ വന്നിട്ട് നിറയെ പൂക്കളാണ്, പല പല പൂക്കളാണ്. അതൊക്കെ പറിക്കാനായിട്ട് നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇനി അവൻ്റെ ഇൻട്രോ. വെൽക്കം ബാക്ക് പറ. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ കറങ്ങാൻ പോവുകയാണ്. ആദ്യം മലയിലാണ് പോയത്. മലയിൽ പോയിട്ടാണ് കറങ്ങാൻ പോയത്. അമ്മ നിമിഷം മതി കേട്ടാ. നിമിഷം മതി. ആവില്ലല്ലോ, ആ വെള്ളത്തില. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. കുത്തനെയുള്ള ഇറക്കമാണ്. സൈഡിലൊക്കെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ കാണുന്നത് മാത്രമല്ല, അതിങ്ങനെ പറിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവൻ കണ്ടുപിടിച്ചായിരുന്നു പൂളേരി. അവൻ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. പിടിച്ചപ്പോ ഞാനാ നടന്നത്. ഞാൻ ലോഡ് വെക്കാൻ അതാ നടന്നത്. ഞങ്ങൾ ഇവിടെ നമ്മുടെ അവിടെ കണ്ടടാ, വേറെ നല്ലത്. അപ്പം നല്ല കുത്തനെയുള്ള ഇറക്കം ഉണ്ടായിരുന്നു. വണ്ടി പതുക്കെ നമുക്ക് കൊണ്ടുവരാം. പിന്നെ ലോഡുമായിട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ആദ്യത്തെ വഴിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ഇറങ്ങി നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. ആണ് ഞാനും കേശുവിനും ആദ്യം നടന്നത്. പിന്നെ ചേട്ടനും വന്നു. ലാസ്റ്റ് ചേട്ടനല്ലാതെ ബാഗൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ പൂൾ ഏരിയ വരുന്നത്. പൂള് ഇവിടെ കോമൺ ആയിട്ട് 8 മണിക്ക് ഓപ്പൺ ആക്കും, 8 മണിക്ക് ക്ലോസ് ചെയ്യും രാത്രി. അങ്ങനെയാണ്. അപ്പം നമുക്കിപ്പം പൂളിലൊന്നും പോകാനുള്ള ഒരു ഇതില്ല. അത് നമുക്ക് ഫുഡ് കഴിക്കണം. റൂമിൽ പോവുക, റൂം എങ്ങനെയുണ്ടൊക്കെ നമുക്ക് കണ്ട് അവിടെ ചെന്നൊന്ന് ഫ്രഷായിട്ട് നമ്മുടെ ബാഗൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കണം. അപ്പം ഇങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ നിറയെ ഉള്ളതുകൊണ്ട് തന്നെ കേശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഏരിയ. പിന്നെ അവൻ്റെ മെയിൻ ഒരു കാര്യം പൂൾ ഏരിയയാണ്. അവിടെ പോയി കുളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനാണ് അവൻ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവനത് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസ്. പിന്നെ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വ്യൂ ആണ്. നമ്മൾ നല്ല ഹൈറ്റിലാണ് ഉള്ളത്. ആകാശത്ത് നിന്ന് പാതാളത്തിലോട്ട് പോകണം. ആ കേശുവിന് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ. കേശു കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. ഇതാണോ? അപ്പോൾ ഇതാണ് റൂം കേട്ടോ. ഒരു 5-6 ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മേളത്തെ ആ ഒരു പൂൾ ഏരിയയും പിന്നെ ഇവിടെ ഒരു 6 കോട്ടേജും. ഇതാണ് റൂമിൻ്റെ ഒരു രീതി. അപ്പം നമുക്ക് 106 അങ്ങനെ നേരെ തന്നെ, നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി നേരെ തന്നെ ആയിരുന്നു റൂം. അപ്പം അവിടെ നമ്മൾ റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് പോവാണ്. അതിനുശേഷം നമുക്ക് ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കേശുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവൻ അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് മുന്നേ തന്നെ ഓടി അങ്ങ് വരികയാണ് ചെയ്തത്.
അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ ഉള്ളൊരു സ്പേസ്. പിന്നെ റൂം ഒരു സൈഡിലായിട്ട് നമുക്ക് റെഡി ആകാനായിട്ടൊക്കെ ഒരു മിററിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. സൈഡിൽ നമ്മുടെ ബാത്റൂം, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. കണ്ടോ, ഇങ്ങനെയാണ്, കൊള്ളാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റൂമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ചേട്ടൻ അതുപോലെ തപ്പി, അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ബാത്ത് ടബും കാര്യങ്ങളൊന്നും ഇല്ല. ആകെപ്പാട് അതിനകത്ത് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമേ യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ, പൂള് മാത്രം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ബാഗ് എടുത്ത് റൂമിൽ വെച്ചിട്ട് ഇപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. ജാക്കറ്റൊക്കെ മാറി, ഇപ്പോൾ അത്ര വലിയ തണുപ്പൊന്നുമില്ല. ടീഷർട്ടിന് ആദ്യം തന്നെ അവൻ കളിക്കാനായിട്ടുള്ള ഏരിയയിലേക്ക് പോയിട്ടുണ്ട് കളിക്കാനായിട്ട്. ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം സെലക്ട് ചെയ്തത്. റേറ്റിംഗ് ഒക്കെ നല്ലോണം ഉള്ള ഒരു ഷോപ്പിലാണ് പോകുന്നത്. 2 ഷോപ്പ് കണ്ടായിരുന്നു, അതിലൊരെണ്ണം സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ഓൺലൈനിൽ നോക്കി റേറ്റിംഗ് ഒക്കെ അനുസരിച്ച് പോയെങ്കിലും നിരാശപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഊണിൻ്റെ ആ ഒരു മീൻകറിയുടെ ഫിഷ് ഫ്രൈയുടെ ഒക്കെ സ്മെല്ലുണ്ടായിരുന്നു. എന്തായാലും നിരാശപ്പെടേണ്ടി വന്നില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഊണിൻ്റെ കറികളൊക്കെ വലിയ ഇതൊന്നും പറയാനില്ല, എന്നാൽ ചില കറികളൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഊണ് കഴിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഊണ് കഴിക്കാത്തതിൻ്റെ കാര്യം, കേശൂട്ടന് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി വേണമെന്ന് ബഹളമായിരുന്നു. അതുകൊണ്ട് അവനൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, വേസ്റ്റ് ആവും. അതുകൊണ്ട് ചേട്ടന് ഊണ് കഴിച്ചപ്പോൾ അവന് വാങ്ങിച്ച ഫ്രൈഡ് റൈസ് ഞങ്ങൾ ഷെയർ ചെയ്യായിരുന്നു ചെയ്തത്. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ചേട്ടന് ഊണ് കഴിച്ചു, ഞങ്ങൾ ഫ്രൈഡ് റൈസും വാങ്ങിച്ചു. കൊള്ളായിരുന്നു, നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ അതിനനുസരിച്ച് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ക്വാണ്ടിറ്റി ഉള്ള ഇതായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങി. കാരണം ഞാൻ എൻ്റെ പൗച്ച് മിസ്സാക്കി, മോയ്സ്ചറൈസർ, സൺസ്ക്രീം ഒന്നും എടുത്തില്ല, മേക്കപ്പ് ബോക്സ് ഒന്നും ഇല്ല കേട്ടോ. ചെറിയ സൺസ്ക്രീമും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ, മോയ്സ്ചറൈസറൊക്കെ വേണം, കാരണം തണുപ്പത്ത് പോകുമ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ മിസ്സാക്കി, ബാഗിൽ ടാബ്ലറ്റ് ഉൾപ്പെടെ എല്ലാം പൗച്ചെല്ലാം മിസ്സാക്കി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു കാതിൽ വെക്കുന്നൊരു സംഭവം കേശുവിന് കണ്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല, നല്ല റേറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പോവാണ്. ഞാൻ അടക്കണ്ട. എൻ്റെ കേശുവിൻ്റെ വിൻഡോ ഒക്കെ എങ്ങനെ അടയ്ക്കേണ്ടത്, ഡോറൊക്കെ എങ്ങനെ അടയ്ക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം കേശുവിൻ്റെ ഡ്രസ്സ് കണ്ടല്ലോ, അങ്ങനെയുള്ള കേശുവിൻ്റെ ഡ്രസ്സ് കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ അതിൽ പലതും പലതാണ് കേട്ടോ, ഒന്നും കോംബോ അതിൻ്റെ ആ ഒരു ജോഡിയല്ല, എല്ലാം പലതാണ്. ആ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും റെഡിയായി പോവുകയാണ്. വരുമ്പോൾ എന്തായാലും ലേറ്റ് ആകും. അപ്പോൾ പോകുന്നത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അഡ്വഞ്ചറിലേക്കാണ്, സിപ്പ് ലൈൻ അഡ്വഞ്ചർ. അപ്പം അവിടേക്കാണ് പോകുന്നത്. ഒരു വാട്ടർഫാളിൻ്റെ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം. വാട്ടർഫാളിൻ്റെ പേര് ട്രിപ്പിൾ വാട്ടർഫോൾ അങ്ങനെ ആണ് പേര്. അപ്പോൾ ട്രിപ്പിൾ വാട്ടർഫോളാണ് ഈ സിപ്പ് ലൈൻ. അപ്പോൾ വെള്ളം ഇപ്പോൾ കുറവായിരിക്കും, വെള്ളമുള്ള സമയത്ത് പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം
ഇവിടെ ഒരുപാട് സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ടി എസ്റ്റേറ്റിൻ്റെ അതിലും വഴിയൊക്കെ ഒരുപാട് സിപ്പ് ലൈൻ ഉണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കുറച്ചും കൂടെ ദൂരം ലോങ്ങസ്റ്റ് ഏതാണെന്ന് നോക്കി ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന് പെർ ഹെഡ് 2000 എങ്ങാണ്ടാണ്. അപ്പം അത്രയും ബഡ്ജറ്റ് നമുക്കില്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരം കുറഞ്ഞത് മതി എന്നുള്ള രീതിയിൽ. പിന്നെ വാട്ടർഫോളും ഒക്കെ കാണാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയൊക്കെ ഭയങ്കര കാഴ്ചകളായിരിക്കും, കാടായിരിക്കും, ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാറാണോ ഇങ്ങനെയുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണോ കുന്നൊക്കെ ഉള്ള സ്ഥലത്താണോ എന്ന് തോന്നിപ്പോകും. കാരണം എറണാകുളത്തും ആലപ്പുഴയിലൊക്കെ പോകുന്നൊരു പ്രതീതിയായിരുന്നു. നിറയെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ പറയുകയാണ് ചെയ്താലും ഇവിടെയൊക്കെ ഇത്രയും ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വല്ലതും ഒന്ന് പർച്ചേസ് ചെയ്തേനെ. കാരണം ഞാൻ പോയ കടയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ആ തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് കിട്ടിയതും കൊണ്ട് വന്നു എന്ന് പറയാനായിട്ട് ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പോകുന്ന പ്ലേസ് ഞങ്ങളിപ്പോൾ ട്രാവലിലാണ്, ട്രിപ്പിലാണെന്നൊന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു പോകുന്ന വഴികളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പറയാൻ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല നല്ല ഭംഗിയുള്ള പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കാണാനുണ്ട്. കുറേയൊക്കെ കേശു കളക്ട് ചെയ്തായിരുന്നു. കേശുട്ടിന് അതാണ് വേണ്ടത്. അപ്പം ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ മനസ്സിലിപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് അവിടെ സിപ്പ് ലൈനിൽ കയറി കഴിയുന്നത് വരെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പോകണോ വേണ്ടേ കയറണോ വേണ്ടേ എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ഹൈറ്റിലാണല്ലോ. എനിക്ക് ഹൈറ്റ് കുറച്ച് ഇത്തിരി പ്രശ്നമുള്ള ആളാണ് ഞാൻ. അപ്പം ഈ കുറച്ച് 1-2 നിലയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും തന്നെ താഴോട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നമുള്ള ആളാണ്. പക്ഷേ ഇവിടെയൊക്കെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ചേട്ടനിത് പോകണം, എന്തായാലും ഉറപ്പായിട്ടും പോകണമെന്നൊക്കെ പറഞ്ഞ് പോവാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പോവാനായിട്ട്. പിന്നെ അവിടെ ചെന്നപ്പം ഡ്യുവൽ സിപ്പ് ലൈൻ, കപ്പിൾസിന് സിപ്പ് ലൈൻ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കേട്ടപ്പം കുറേയൊക്കെ പേടിയൊക്കെ അങ്ങ് എവിടെയോട്ടോ പറന്നുപോയി. കാരണം ചേട്ടനായിട്ട് പോകാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് പോകുന്നത്. കേശൂട്ടൻ ചെറുതായിട്ട് ഉറങ്ങി കേട്ടോ. കേശൂട്ടനെ ഹെൽമെറ്റും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണിപ്പം. കാരണം കൈ നല്ലോണം വേദന എടുക്കും അവനെ ക്യാരി ചെയ്യാനായിട്ട്. ഹെൽമെറ്റും കൂടെ ഉള്ളതുകൊണ്ട് വെയിറ്റാണ്. പിന്നെ ഒരു കയ്യിൽ ക്യാമറ വീഡിയോ എടുക്കാനും, പിന്നെ ഇപ്പുറത്തെ കയ്യിൽ ചേട്ടൻ്റെ ഫോണിൽ മാപ്പിൽ സ്ഥലം നോക്കാനും. കുറച്ച് ദൂരം ഒരു 12 കിലോ 15 കിലോമീറ്റർ എന്നൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പിന്നെ ഫോൺ ഓഫ് ചെയ്ത് വെക്കും. പിന്നെ ഒരു ഏകദേശം ഒരു സമയമാകുമ്പോഴേ നോക്കാറുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ നമുക്ക് വഴിയൊക്കെ ഇട്ട് പോവുകയാണ്. അപ്പോൾ സിപ്പ് ലൈൻ്റെ വിശേഷങ്ങളും വാട്ടർഫോളിൻ്റെ വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിലായിരിക്കും കാണാൻ മറക്കരുത്. കാരണം ഒരുപാട് ലെങ്ത് വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് സിപ്പ് ലൈൻ്റെ വിശേഷങ്ങളും ആ ഒരു വാട്ടർഫോളിൻ്റെ ഭംഗിയും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ വീഡിയോ ആരും കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയും ഞങ്ങൾ ട്രാവൽ വീഡിയോ ഇവിടെ തീരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയും കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ സിപ്പ് ലൈൻ അതുപോലെ തന്നെ ട്രിപ്പിൾ വാട്ടർഫോളിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. മറക്കാതെ കാണുക. ഓക്കെ, ബൈ.